ഇതൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒറ്റൊന്നും ഫീഡിങ് ഇല്ല. ഇപ്പൊ നല്ല കളക്ഷനാണ്. ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കുത്തിരിക്കും, ഞാൻ അവിടെ പോയി നോക്കി വരാം. രീതിയിലുള്ള ഡ്രസ്സ് തന്നെ കിട്ടിട്ടോ. പക്ഷെ അത് ഞാൻ പെരുന്നാളിന്റെ അന്ന് മോൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് അപ്പോൾ ഒരു 12 മണി കൈ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്കും ഒരു 4 മണി 5 മണി ആകുമ്പോഴെങ്കിലും ഞങ്ങൾ തിരിച്ചെത്തണം എന്നുള്ള രീതിയിൽ പോയി വരാമല്ലോ എന്നാണ് വിചാരിച്ചത്. ഞങ്ങളപ്പുറം പിന്നെ അമ്മേമ്മയും ഫാമിലിയും ഉണ്ട്, ആലും ഒക്കെ ഉണ്ട് കൂടെ. പിന്നെ ഞാൻ അധികവും ഡ്രസ്സ് എടുക്കാൻ പോലെ കുന്നമംഗലം ഫാമിലിയിലാണ്. നമ്മൾ കുന്നമംഗലം ഫാമിലിയിലാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത്. ഇവിടെ ഇപ്പം അത്ര തിരക്കൊന്നുമില്ല, നോമ്പായതുകൊണ്ട് ഉച്ച നേരം ആയതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഫീഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇതൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒറ്റൊന്നും ഫീഡിങ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മെറ്റീരിയലിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ട് ഫീഡിങ് ഓപ്ഷനൊക്കെ വെച്ചിട്ട് അടുപ്പിക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ച ചൂടൊക്കെ അല്ലേ, കോട്ടൺ സെറ്റ് ഉണ്ടാവും, അത് താഴത്താന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഏകദേശം ഞാൻ വിചാരിച്ച മോഡലൊക്കെ ഉണ്ട്. ഫീഡിങ് ഓപ്ഷൻ വരുന്ന കോട്ടൺ സെറ്റും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് പറ്റിയ കുറച്ച് ടൈപ്പ് ഞാൻ എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ചുരിദാർ സെറ്റാണ് ഫുള്ളുള്ള, ഈ ഓപ്പൺ വരാത്ത മോഡൽ. ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ടില്. റോൾ ചെയ്താൽ കിട്ടുമോ? വേറൊരു ഭംഗിയില്ലേ, കറുപ്പിന് വേറൊരു ഭംഗി. പക്ഷെ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് എനിക്ക് ഏതാ തോന്നുന്നത്. പൊതുവേ എല്ലാ ഗേൾസിനും ഈ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കുക, കുറേ നേരം ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യുക, ആ പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് എടുക്കുക, അതാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും ഇട്ട് നോക്കിയില്ല. അങ്ങനെ എൻ്റെ ഡ്രസ്സ് എടുക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് കഴിയും. ഞാൻ അവിടെ പോയി കുറച്ച് ഡ്രസ്സ് കണ്ടു, പെട്ടെന്ന് ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തു, അതിനൊന്ന് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ ഞാൻ മോനുള്ള ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് കയറിയത്. ഫാമിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഇതല്ലേ ബീവ തന്നേ, എന്താ മോഡലാ കോട്ടുള്ള? ഇത് കോട്ടനാ. നല്ല ടൗസറും കുപ്പായി എടുത്താലോ? അതാ ഞാൻ വിചാരിക്കുന്നത്, ഒരു ടൗസറും കുപ്പായി. കോട്ട് മോഡലൊന്നും അല്ലാത്ത ഷർട്ടില്ലേ അമ്മ? നമുക്കിതൊക്കെ എടുത്ത് പോയാലോ? അതെന്നല്ല സംഭവം. വേണ്ട അങ്ങനെ മോന് ഞങ്ങൾ ഓരോന്നായിട്ട് ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ടൈം നോക്കുന്നത്. 3 മണി സമയമായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വേറൊരു ഷോപ്പിലൂടെ കയറാനുണ്ട്. മാക്സിമം ഒരു 4 മണി ആകുമ്പോഴെങ്കിലും വീട്ടിലെത്തിയില്ലെങ്കിൽ നോമ്പ് തുറക്കാനുണ്ടാവില്ല. അങ്ങനെ ദാ എൻ്റെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ബില്ലാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. രസം എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് വന്നാൽ ഇവിടെ തിരക്ക് കുറയുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉച്ചക്ക് എത്തിയത്. പക്ഷേ തിരക്കിന് ഒരു കുറവുമില്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഫുള്ള് നിങ്ങളാ വീഡിയോയിലുള്ളത്. അതിന് നമ്മള് പോവാലോ? ആ പടി
ആടേക്ക് വണ്ടി കയറ്റിക്കൂടെ? ഒരു തലവേദന ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കുത്തിരിക്കും. ഞാൻ അവിടെ പോയി നോക്കി വരാം. എന്നെ നല്ലോണം ആക്കി. ഇത് ടെർക്കി വേണ്ട. ആ വലിയ മോനാന്നാ വിചാരോ? വലിയ മോനാ. അമ്മ കൊടുന്ന് എടുക്കാനൊന്നുമില്ലല്ലോ. ഇവിടെ നമ്മൾ കയറിയത് മേമൻ്റെ മൂക്കെടുക്കാനായിരുന്നു. ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും വെറുതെ നോക്കുകയാണ്. വാങ്ങാനല്ല, ഇവിടെ ഫുള്ള് ഷോർട്ട് ടോപ്പുകൾ, നമ്മുടെ മാക്സി ഗൗൺ മോഡലില്ലേ, ഈ സെറ്റിലുള്ളതൊക്കെ 600 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വെറുതെ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മോന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഇന്നലെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കുറച്ച് ലേറ്റായി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തി. ഇന്ന് നമ്മൾ മോന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നമുക്ക് നരിക്കിനി നോക്കണം, കുറച്ച് സ്ഥലത്ത് നോക്കണം. ഞാനവിടെ ഇട്ടാലോ? ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ എക്സിലേറ്റർ ചവിട്ടിയാൽ മതി. അല്ല, എക്സിലേറ്റർ അല്ല, മറ്റേ സാധനം ക്ലച്ച്. നിങ്ങൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടുന്ന് മാറ്റി തരും. സത്യം. നമ്മൾ നരിക്കുനി എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം നരിക്കുനിയാണ് മോനെ നോക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച മോഡൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ വീണ്ടും എൻ്റെ ആ ഭാഗത്തേക്ക് പോന്നു. ആരാമ്പ്ര ഒരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെയും ഞാൻ വിചാരിച്ച മോഡൽ എനിക്ക് കിട്ടിയില്ല. പക്ഷെ വേറെ കുറേ നല്ല സെറ്റുകളുണ്ട് കേട്ടോ. എൻ്റെ വേറെ കളറുകളുണ്ടോ? നല്ല രസമുണ്ട്. പക്ഷേ എനിക്കൊരു വെറൈറ്റി ടൈപ്പായിരുന്നു ഞാൻ വിചാരിച്ചത്. നമ്മളെ നോർമൽ ഈ ഒരു ഷർട്ടും പിന്നെ അതിനുള്ളൊരു പാൻറ്റും അതിൻ്റെ കൂടെ ഈ നമ്മുടെ ബാവാസൂട്ടിൻ്റെ ആ ഒരു വള്ളി വരുന്നില്ലേ, ആ ഒരു മോഡൽ ഉള്ള രീതിയിലുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ലല്ലാബായ് ഉണ്ട് നമ്മുടെ പടന്നിലോ, അവിടെയും കൂടി ഒന്ന് പോയിട്ട് അവിടെയും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പെരുന്നാളിനൊന്ന് ഇട്ടെടുത്ത് നമുക്ക് ഞാൻ ചോദിക്കുന്ന മോനെ, ഇങ്ങനെ കൈ ഇല്ലാണ്ടേ കൈ ഇങ്ങനെ വരുന്ന ഷർട്ട് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ 2 ഷോപ്പ് പോയി. ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ലല്ലാബായിലൂടെ ഒന്ന് പോയി നോക്കാം. കിട്ടിയില്ല. ഞാൻ വിചാരിച്ച സാധനം 2 ഷോപ്പിലും ഇല്ല. എന്താ അറിയോ, എല്ലാവരും കൊണ്ടുതരുള്ള ക്ലോത്തിലുള്ള മോഡലാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് സാധാ ഷർട്ട്, എന്നിട്ട് കുഞ്ഞി ടൗസർ, ജീൻസിന്റെ ടൗസർ, എന്നിട്ട് ടൈമിൽ വള്ളി വരണം എനിക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ച മോഡൽ. ബാവാസൂട്ട് നമ്മൾ ലല്ലാബായിലൊന്ന് പോയി വെക്കാം. അവിടെയും കൂടി നോക്കി എനിക്ക് പറ്റിയില്ല. ഇവിടെ ഞാനൊന്ന് കണ്ടുവെച്ചിക്കണം. ഷർട്ടും ടൗസറും അതെടുക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് അതുകൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ ലല്ലാബായിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടി ഒന്ന് നോക്കാം. അതാ അങ്ങോട്ടേക്ക് ആടെ ഒരു ഷർട്ട് ഉണ്ടോ? നല്ല ഭംഗിയിലാണ്. അതാ ആ വൈറ്റ്. താങ്കൾ വരുന്നു. നിങ്ങൾ പോയി, ഇവിടെ ആൾക്കാർ കുറയും. വരി വീഡിയോ എടുക്കാൻ. ഞാൻ വിചാരിച്ച സാധനം ഇവിടെ ഉണ്ട്. പല മോഡലായിട്ട്. ഇത് വേറൊരു മോഡലാണ്. വേറെ ഇത് വേറൊരു മോഡൽ. ദീപാവലി മിഠായിക്കട. അതിന്റെ അപ്പുറം തൊപ്പിയുണ്ട്. ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാ കാണാൻ. ഇതൊക്കെ എൻ്റെ മോൻ എപ്പോഴേക്കും ഇടാനായ? ഒരു വയസ്സിലിടാനാവലുണ്ടാവില്ല ഇതുപോലെ. അപ്പോൾ ഓൻ്റെ വീഡിയോ ഓൻ്റെ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിരിക്കണം. പക്ഷേ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഫേസ് റിവീലിങ്ങോട് കൂടിയിട്ട് ഓൻ്റെ മുഖം കാണിക്കാം, ഓൻ്റെ ഡ്രസ്സും കാണിക്കാം. അപ്പോൾ ഓക്കെ. വേറെ ഒന്നും വെക്കാതെ എൻ്റെ വീഡിയോ ഒരാൾ ഇവിടെ കാറിൽ വെക്കുക. കുഞ്ഞെ കാണാൻ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടം? ഞങ്ങളെ വീഡിയോ മാത്രമേ ഉള്ളൂ കാണും. കണ്ടോ, അതാ ഞങ്ങളെ വീഡിയോ കണ്ടു പോവാ.
എന്റെ വാപ്പനോട് ഞാൻ അപ്പളേ പറഞ്ഞിട്ട് ഇന്നെ കെട്ടിക്കണ്ട ആയിരിക്കും. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കിനുള്ള സാധനമൊക്കെ ആക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും വീട്ടിലെത്തണം. അപ്പൊ നമ്മുടെ ഒരുവിധ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. മോനുള്ള ഡ്രസ്സ് കിട്ടി. ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഡ്രസ്സ് തന്നെ കിട്ടി കേട്ടോ. പക്ഷെ അത് ഞാൻ പെരുന്നാളിൻ്റെ അന്ന് മോൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. പഴയ അത്രയേ ഉള്ളൂ.